ഏടെ എനിക്കറിയില്ല. നിങ്ങളും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അല്ല, അതേന്ന് വാർത്തയിൽ ചില വിഷയന്റെ സ്ഥിതിയെല്ലാം നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നല്ലേ, നിങ്ങൾക്കറിയല്ലോ. അങ്ങനെ ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കുന്ന നിലപാടൊന്നും എടുക്കാൻ സാധ്യതയില്ല. അതെന്താന്നുള്ളത് പരിശോധിക്കാം. ജോലിക്ക് വരാൻ പാടില്ലെന്ന്, അതാ പ്രശ്നം. ഇന്ന് ജോലിക്ക് വരാൻ പാടില്ല. എന്തിനാത്? അത് വേറെ കാര്യമല്ല. എന്തിനാണ്? ഞാനതല്ലേ പറയുന്നത്. ഈ പണിമുടക്കിന്റെ ഏതാവശ്യത്തോടാണ് അവർക്ക് എതിർപ്പ്? അവർ പറയട്ടെ. തൊഴിലാളി നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നത് വലിയ സങ്കടമാണ്. നിങ്ങളൊക്കെ ഈ പണിമുടക്കിനോട് സഹകരിച്ച് നിലപാടെടുക്കുന്നവരാണ്. 5 മാസക്കാലമായി ഈ പണിമുടക്കിന് വേണ്ടി ക്യാമ്പയിൻ നടക്കുന്ന ഒരു തൊഴിലാളി, അവരെ മുമ്പിൽ ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. അത്രേ കണക്കാക്കേണ്ടതുള്ളൂ. അത് മാനുഷികമായിട്ട് മനുഷ്യ സാഹചര്യമാണെന്നുള്ള നിലയ്ക്ക് കണക്കാക്കി. മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെന്നും മെഡിക്കൽ കോളേജിൽ നമ്മൾ നിങ്ങളൊക്കെ കേട്ടറിവല്ലേ പറയുന്നത്? വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അങ്ങനെ അതിന് വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അതിന് സ്ഥിരീകരണം നൽകുന്നത് ശരിയല്ല. ഞാൻ പറയുന്നതാണ് പറഞ്ഞത്. ഈ ആശുപത്രി, വെള്ളം, പത്രം, പിന്നെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കിയില്ലേ? പണിമുടക്കുന്ന ഒഴിവാക്കിയില്ലേ? അതുകൊണ്ട് ഒരു ആശുപത്രിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല. അതാണ് നിലപാട്. ആ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ ആരെങ്കിലും നിലപാട് നമുക്ക് പരിശോധിക്കാമെന്ന് പറയാൻ കഴിയും. തുടർന്നും ആശുപത്രിയിൽ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് പണിമുടക്കിലുള്ളവരുടെ നിലപാട്. അത് തുടർന്നുള്ള കാര്യങ്ങൾ ഈ പണിമുടക്ക് രംഗത്തുള്ള പ്രവർത്തകന്മാർ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം.